തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. ഫിലിസ്തീർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുൻപ് ഫിലിസ്തീരെ കുറിച്ച് ജെറമിയയ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ വടക്ക് നിന്നും ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അതിന്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്തീരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തീരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കീമിന്റെ അവശിഷ്ട ജനമേ, എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിന്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സാധ്യമാകും? അഷ്കലോണും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം. മൊബാബിർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊബാബിറെ കുറിച്ച് അരുളി ചെയ്യുന്നു, നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകിയാൽ കിരിയാത്തയും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മൊബാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ, ഹൊറോണിയായിമിൽ നിന്ന് ഒരു വിലാപസ്വരം, ശൂന്യത, ഭീകരനാശം. മൊബാബ് നശിച്ചു. സർവരെ രോദനവും മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായും ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുൾ ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മൊബാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ് മൊബാബ് യൗവനം മുതൽ സ്വസ്ഥാനമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിന്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ ഞാൻ അത് ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവന് ലഭിച്ചതുപോലെ കെമോഷിനെ കുറിച്ചും മൊബാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളെയാണ് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുൾ ചെയ്യുന്നു, മൊബാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മൊവാബിന്റെ നാശം സമീപിച്ചു.
അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ അവനെ ഓർത്തു വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകരുന്നില്ലല്ലോ. ദിബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടുവിണ്ട നിലത്തിരിക്കുക. മൊബാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവരോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക. മൊബാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മൊബാബ് ശൂന്യമായെന്ന് അർണോൻ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി ഹോളോൻ, ജസ, മെഫ്താബ്, ദിബോൻ, നേബ, ബത്ഹിബ്, ലത്തായിം, കിരിയത്തായിം, ബത്ഗുമോൻ, ബത്ഗാമൂൽ, ബത്മയോൻ, കെരിയോത്ത്, ബോസ്ര, ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മൊവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, മൊവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മൊവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അപമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മൊബാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മൊബാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവന്റെ ഔദത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, അവന്റെ പൊങ്കച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മൊബാബിനെ കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മൊബാബിനെ ഓർത്തു ഞാൻ നിലവിളിക്കുന്നു. കിർഹേരസിനെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബ്മായുടെ മുന്തിരിവള്ളി, ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു, ജാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെയും മുന്തിരിവള്ളികളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മൊബാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞു ഒഴുകുന്നില്ല. ആർപ്പ് വിളികളോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയായേലും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണായിലും എഗ്ലാത്ത് ഷെലീഷിയ വരെയും അത് കേൾക്കുന്നു. നിമ്രിയും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മൊവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ ഹൃദയം ഓടക്കുഴലിലെന്ന പോലെ കിർഹസ്യരെയും മൊവാബിരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ ചാക്കുടുത്തു. മൊവാബിന്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മൊവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, മൊവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു. മൊവാബ് ലജ്ജിച്ച് പിന്തിരിഞ്ഞു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാകുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നു വരും. അവൻ മൊവാബിനെതിരെ ചിറകു വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും, കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ മൊവാബിലെ വീരന്മാർ വേദനിക്കും. മൊവാബ് നശിക്കും, അതൊരു ജനതയില്ലാതാകും. അവൻ കർത്താവിന്റെ മുമ്പിൽ തന്നെത്താൻ ഉയർത്താനായല്ലോ. മൊവാബരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും.
മുബാബിന്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിന്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു. സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മൊബാബിന്റെ നെറ്റിത്തടം തകർത്തു. കലാപകാരികളുടെ ശിരസ്സു തകർത്തു. മൊബാബെ, നിനക്ക് ദുരിതം. കെമോഷിന്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി. നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മൊബാബിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മൊബാബിന്റെ ശിക്ഷ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം. അമ്മോന്യർക്കെതിരെ. അമ്മോന്യരെ കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ല, അവന് അവകാശികളില്ല. പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിന്റെ ദേശം പിടിച്ചടക്കുകയും അവന്റെ ആരാധകർ അതിന്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശകൂമ്പാരമാകും. അതിന്റെ നഗരങ്ങൾ അഗ്നിക്കിരയാക്കും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു: ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ. ആയി ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ. ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തന്റെ പുരോഹിതന്മാരോട് പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം പ്രവാസിയാകും. തന്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വരുന്നുവെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെ കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്ത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു: 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഏദോമിനെതിരെ. ഏദോമിനെ കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു: തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ല. വിവേകികളുടെ വിവേകം നശിച്ചുപോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദാദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ. ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിന്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവൻ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതെല്ലാം എടുക്കും. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി. അവന്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവര് ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവന്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു. അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക. ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുൾ ചെയ്യുന്നു. അർഹിക്കാത്തവനെ പോലെയും പാനപാത്രത്തിൽ നിന്നും കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു. ബോസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും, മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരിൽ ഉണർത്തിയ ഭീതിയും നിന്റെ ഗർഭം നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഏദോം ഭീമത്സമാകും. കടന്നു പോകുന്നവൻ അതിനെ ഭയപ്പെടുത്തുകയും അതിന് നേരിട്ട അത്യാഹിതങ്ങൾ വിസ്മരിക്കുകയും ചെയ്യും. സോദോമും ഗമോറയും സമീപ പ്രദേശങ്ങളും നശിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏദോമിലും ആരും വസിക്കുകയില്ല. ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻ പറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹിയെപ്പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏത് ഇടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനും എതിരെയുള്ള കർത്താവിൻ്റെ
നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അധികണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലുകൾ സംഭീതരമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബോസ്രയ്ക്കെതിരെ ചിറക് വിടർത്തും. അത് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത് സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെതിരെ ദമാസ്കസിൽ വെച്ചു ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധമായിരിക്കുന്നു. ദമാസ്കസ് ദുർബലമായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിന്റെ നഗരം, പ്രശസ്തരുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിന്റെ കോട്ടകൾ ഞാൻ തീ കൊളുത്തും. അത് ബെൻഹദാദിന്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനും ഹോസാറിനും എതിരെ കേദാറിനെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ നശിപ്പിച്ച ഹാസോറിന്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റു കേദാറിനെതിരെ നീങ്ങുക. പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ വിദൂരത്തേക്ക് പലായനം ചെയ്യുവാൻ ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാത്ത നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നി മുണ്ഡനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാം വശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു. ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല, യാത്രക്കിടയിൽ തങ്ങുകയുമില്ല. ഏലാമിനെതിരെ യൂദാ രാജാവായ സെദെക്കിയായുടെ ഭരണത്തിന്റെ 6-ാം കാലത്ത് ആരംഭകാലത്ത് ഏലാമിനെ കുറിച്ച് ജെറമ്യായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ഏലാമിന്റെ വില്ലുകൾ ഞാൻ ഒടിക്കും. അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിന്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്നും കാറ്റുകളെ അയക്കും. അവർ 4 പാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നവരെ വാൾ അവരെ പിന്തുടരും. എന്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.